ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോ കേരള PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന പകുതിയിലേറെ വരുന്ന ആളുകളും സ്പോക്കൺ ഇംഗ്ലീഷ് ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ചാനലിൽ തന്നെ PSC അതുപോലെ മറ്റു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക വീഡിയോ ആണിത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, പലരും എന്നോട് ചോദിക്കാറുണ്ട്, അതായത് ഒരു PSC പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ കയറിപ്പെടണമെങ്കിൽ എത്ര കാലം പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ എത്ര കാലം വേണ്ടി വരും? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ആഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ അളവിനനുസരിച്ചിരിക്കും. ചില ആളുകളെ സംബന്ധിച്ച് PSC പരീക്ഷ എഴുതണം, ഒരു ജോലി വാങ്ങിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവും. എന്നാൽ മറ്റു ചില ആളുകളെ സംബന്ധിച്ച് എന്തായാലും ജീവിതത്തിൽ എന്തായാലും ഒരു സർക്കാർ ജോലി ആവശ്യമാണ്, എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലി തരപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, PSC പരീക്ഷ എഴുതിയേ മതിയാകൂ, PSCയിൽ എങ്ങനെയെങ്കിലും കയറിയേ മതിയാകൂ, ഇതെൻ്റെ ജീവനാണ് അല്ലെങ്കിൽ ജീവിതമാണ്, എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന അർത്ഥത്തിൽ സ്വപ്നം കാണുന്ന ഒരു ഭാഗം ആളുകളുണ്ട്. തീർച്ചയായും ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് പരീക്ഷ എഴുതാനും വിജയിക്കാനും ലിസ്റ്റിൽ കയറിപ്പറ്റാനും സാധിക്കും, പരിശീലനം മാത്രം കേട്ടോ. പക്ഷേ ഈ ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അത് വെറും ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കും. കാരണം അവർക്ക് ഒരിക്കലും ഒരു ലിസ്റ്റിൽ കയറിപ്പറ്റാൻ സാധിക്കില്ല, കാരണം അവരുടെ ഡ്രീമിൻ്റെ പവർ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഡ്രീം, നമ്മുടെ സ്വപ്നം എത്ര വലുതാണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്വപ്നം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ വീഡിയോ കാണുന്ന ആളുകൾ എനിക്ക് തോന്നുന്നത് എങ്ങനെയെങ്കിലും PSC പരീക്ഷ പാസ്സാവണം, ജീവിതത്തിൽ ഒരു സർക്കാർ ജോലി അത്യാവശ്യമാണ്, അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ ഒരാളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന PSC കരസ്ഥമാക്കിയേ മതിയാവൂ എന്ന സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മിനിമം 1 വർഷം മുതൽ 2 വർഷം വരെയൊക്കെ സമയമെടുക്കാം. അതായത് PSC പഠിച്ച് തീരാനുള്ള ഒരു ആവറേജ് സമയം എന്ന് പറയുന്നത്, ഒരു ലിസ്റ്റിലേക്ക് കയറാനുള്ള ഒരു ആവറേജ് സമയം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഇതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ ചെയ്യാൻ പറ്റിയ കാര്യമല്ല. എത്ര നന്നായി പഠിക്കുന്ന ആളാണെങ്കിലും അതിനൊരു മിനിമം സമയം ആവശ്യമാണ്. ഇതിൻ്റെ പുറകെ നടക്കുമ്പോൾ മിനിമം ഒരു സമയം ആവശ്യമാണ്. കാരണം പലരും നമുക്കറിയാം 4 വർഷം 5 വർഷം 6 വർഷമൊക്കെ ഇതിൻ്റെ പുറകെ നടന്നിട്ട് ലിസ്റ്റിൽ കയറിപ്പറ്റാൻ കഴിയാതെ ഒരുപാട് പേര് ഈ സ്വപ്നം ഉപേക്ഷിച്ച് പോകുന്ന എത്രയോ ആളുകളുണ്ട്, പരാജയപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഡ്രീമാണ്. ഒരു വളരെ കൃത്യമായ ഒരു ഡിസിഷൻ നമ്മുടെ മൈൻഡിലുണ്ടാവണം. എനിക്ക് ഒരു ജോലി വാങ്ങിയേ മതിയാവൂ, ഒരു സർക്കാർ ജോലി കരസ്ഥമാക്കിയേ മതിയാകൂ എന്നുള്ള അതിതീവ്രമായിട്ടുള്ളൊരു സ്വപ്നം ഉള്ളിലുണ്ടാവുക. അതാണ് ഇതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പടി എന്ന് പറഞ്ഞാൽ പരിശ്രമമാണ്. പരിശ്രമത്തിലേക്ക് വരുമ്പോഴാണ് എനിക്ക് പറയാനുള്ള കാര്യം. അതായത് ആവറേജ് ഞാൻ പറഞ്ഞു 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ലിസ്റ്റിൽ കയറിപ്പറ്റാൻ ഉള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ 1 വർഷം 2 വർഷമൊക്കെ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം സിലബസ്, PSCയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹിസ്റ്ററി പഠിക്കാനുണ്ട്, മാത്സ് പഠിക്കാനുണ്ട്, സയൻസ്, ജനറൽ സയൻസ്, കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും പഠിക്കാനുണ്ട്, അതുപോലെ ഇന്ത്യൻ പോളിറ്റി, ഇന്ത്യൻ ഭരണഘടന പഠിക്കാനുണ്ട്, മറ്റ് മെൻ്റൽ എബിലിറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഭാഗമെല്ലാം ക്ലിയർ ചെയ്ത് വരുമ്പോഴേക്ക് ഒരു ടോപ്പിക്സ് കവർ ചെയ്ത് വരുമ്പോഴേക്ക് 2-3 മാസം എടുക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇംഗ്ലീഷ് തന്നെ എടുക്കാം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 100-ൽ 20 മാർക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു മേഖലയാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത്. ആ ഇംഗ്ലീഷ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി പഠിക്കാൻ ഏറെക്കുറെ ഒരു കോച്ചിങ് സെൻറ്ററിലാണ് നിങ്ങൾ പോയി പഠിക്കുന്നതെങ്കിൽ ഒരു 3 മാസം ചുരുങ്ങിയത് വേണം. ഇത്രയും ഭാഗം കവർ ചെയ്ത് നമുക്ക് വളരെ തെറ്റുകൂടാതെ ആ ഭാഗത്ത് നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഏതൊരു കോച്ചിങ് സെൻറ്ററിൽ പോയാലും 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ എടുക്കും. ഒരു വിഷയത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, ഇംഗ്ലീഷ് മാത്രം. ഇതുപോലെ ഓരോ വിഷയവും നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുക്കിയെടുക്കണമെങ്കിൽ നമുക്കൊരു വലിയ സമയം ആവശ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഇത്ര തീവ്രമായിട്ട്, അതായത് PSC പരീക്ഷ എഴുതിയേ അടങ്ങൂ, പ്രത്യേകിച്ച് 2019 സംബന്ധിച്ചൊക്കെ നമുക്കറിയാം PSCയിൽ ഒരു ചാകരയാണ്. അപ്പോൾ അത്തരത്തിൽ തീവ്രമായ ആഗ്രഹമുള്ള ആളുകൾക്ക് ഇത്രയും സമയമെടുക്കാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലിസ്റ്റിൽ കയറിപ്പറ്റാനുള്ള, അല്ലെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള ഒരു നല്ല സുവർണ അവസരം ഇന്ന് നിലവിലുണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അൺ അക്കാദമി എന്ന് പറയുന്ന ഒരു വലിയ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇന്ന് നിലവിലുണ്ട്. അതായത് നേരിട്ട് ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ വഴി പഠിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമാണ്, ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അൺ അക്കാദമി എന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും അത് ഉപയോഗിക്കുന്നുണ്ടാകും. നമുക്കറിയാം എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകളും വളരെ ഫ്രീ ആയി തന്നെ അൺ അക്കാദമി ആപ്ലിക്കേഷൻസിലുണ്ട്. അൺ അക്കാദമി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ദയവായിട്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പലരും അത് ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് അൺ അക്കാദമി ആപ്ലിക്കേഷൻസിലെ ഒരു പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. പ്ലസ് കോഴ്സുകൾക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷനുണ്ട്. പ്ലസ് കോഴ്സുകൾക്ക് വേണ്ടിയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ അതിന് ചെറിയ ഒരു എമൗണ്ട് നിങ്ങൾ നൽകേണ്ടി വരും. കാരണം ഇപ്പം നിങ്ങൾക്ക് അൺ അക്കാദമിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കാവുന്നതാണ്, എല്ലാ കോഴ്സുകളും. പക്ഷേ പ്ലസ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ലൈവ് ക്ലാസ്സുകളാണ്. അതായത് നിങ്ങൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുന്ന അതേ അറ്റ്മോസ്ഫിയറിൽ, പക്ഷെ അതിനേക്കാൾ പ്രായോഗികമായിട്ട്, അതായത് നിങ്ങൾ ഒരു കോച്ചിങ് ക്ലാസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ യഥാർത്ഥത്തിൽ ഈ പ്ലസ് കോഴ്സസിനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ 1 by 1 ആയിട്ട് പറയാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺ അക്കാദമി പ്ലസ്സിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം 24 മണിക്കൂറും നിങ്ങൾക്ക് ക്ലാസ്സുകൾ, എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുമ്പോൾ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം മിനിമം ഒരാഴ്ചയാണ്. 2 ആഴ്ചയൊക്കെ എടുത്തിട്ടാണ്. ഒരു സബ്ജക്റ്റ് പഠിച്ചു തീർക്കാൻ മിനിമം 3, 4, 5, 6 മാസം എടുക്കേണ്ടി വരും. നമുക്കറിയാം, ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക്സിൽ തന്നെ കുറേ ദിവസങ്ങൾ കടന്നു പോകേണ്ടി വരും. പ്രത്യേകിച്ച് വൈറ്റ് ബോർഡൊക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതി അത് സ്റ്റുഡൻസ് എഴുതിയെടുത്ത് വീണ്ടും അത് വായിച്ച് വീണ്ടും എഴുതി, അപ്പോൾ ഈ രീതിയിൽ അത് പോകുമ്പോൾ ഒരുപാട് സമയം നമുക്ക് ആവശ്യമായിട്ട് വരും. എന്നാൽ അൺ അക്കാദമിയെ സംബന്ധിച്ചുള്ള ഗുണങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, നോട്ടുകൾ നേരിട്ട് സ്ലൈഡുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് എഡ്യൂക്കേറ്റേഴ്സ്. നേരത്തെ തയ്യാറാക്കിയ നോട്ടുകൾ അവർ സ്ലൈഡുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. മാത്രമല്ല, ഓരോ വിഷയത്തിൻ്റെയും നോട്ട്സ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലഭ്യമാകും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പോൾ ഒരുപാട് സമയമെടുത്ത് നോട്ടുകൾ എഴുതിയെടുക്കണം. ഇവിടെ നോട്ട് എഴുതണ്ട, നോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. മറ്റൊന്ന് ലൈവ് ഇൻട്രാക്ഷനാണ്. നമ്മളൊരു ക്ലാസ് റൂമിനകത്തിരുന്ന് പഠിക്കുമ്പോൾ പലപ്പോഴും പലർക്കും ഇൻഹിബിഷൻ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മടി, ഇതൊക്കെ സ്വാഭാവികമാണ്. കാരണം വിവിധ നിലവാരത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇവിടെ ലൈവ് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികൾ നമ്മൾ തമ്മിൽ പരസ്പരമായിട്ട് ബന്ധമില്ല, അവർക്ക് നമ്മൾ അറിയില്ല, പല ഇടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സംശയങ്ങൾ നേരിട്ട് എഡ്യൂക്കേറ്റർ നേരിട്ട് കണ്ട് സംശയങ്ങൾ ചോദിക്കാം. ഏത് തരത്തിലുള്ള സംശയങ്ങൾക്കും മറുപടി തരാൻ ഉതകുന്ന തരത്തിലുള്ള എഡ്യൂക്കേറ്റേഴ്സാണ് അൺ അക്കാദമി പ്ലസിലുള്ളത്. കാരണം 200-ലധികം വരുന്ന എഡ്യൂക്കേറ്റേഴ്സ് PSC മേഖലയിൽ അൺ അക്കാദമിയിലുണ്ട്. പക്ഷേ അതിൽ നിന്നും ഏറ്റവും അധികം തിരഞ്ഞെടുക്കപ്പെടുന്ന വളരെയധികം സബ്ജക്റ്റ് നോളേജുള്ള വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഏതാനും ചില ടീച്ചേഴ്സിനെ, വെരിഫൈഡ് ടീച്ചേഴ്സിനെ ഉപയോഗിച്ചാണ് ഈ പ്ലസ് കോഴ്സുകൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരുവിധ എല്ലാ സംശയങ്ങൾക്കും ആൻസർ തരാൻ പറ്റുന്ന അധ്യാപകരാണ് പ്ലസ്സിലുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ലാസ്സുകൾ എനിവേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ ക്ലാസ്സുകൾ റെക്കോർഡഡ് ആണ്. അതായത് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത്, നിങ്ങൾ ഒരു പക്ഷേ ഏതെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരാകാം, മറ്റെന്തെങ്കിലും നിലവിൽ ഉദ്യോഗത്തിലുള്ള ആളുകളാവാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിംഗ് ടൈമിൽ ക്ലാസ്സുകൾ നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഈ ക്ലാസ്സുകളെല്ലാം റെക്കോർഡിനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പ്ലേ ചെയ്ത് കാണാൻ പറ്റും. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഒരു മേഖലയാണ് അൺ അക്കാദമി പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കുറച്ചുകൂടെ വേഗത വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സഹായിക്കും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അൺ അക്കാദമി പ്ലസ്സിൽ എത്രയും പെട്ടെന്നൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കുക. 1 മാസത്തേക്കൊക്കെ ആണെങ്കിൽ, ട്രയലായിട്ട് നിങ്ങൾക്ക് 1 മാസത്തേക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. 1 മാസത്തേക്കാണെങ്കിൽ കുറച്ച് പൈസ അധികം വരും. 6 മാസത്തേക്ക് 1 കൊല്ലത്തേക്കാണെങ്കിൽ പൈസ നിങ്ങൾക്ക് ലാഭമാണ്. ചെറിയ പൈസയെ വരുള്ളൂ, തുച്ഛമായിട്ടുള്ള പൈസയെ നിങ്ങൾക്ക് 1 മാസത്തേക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൺ അക്കാദമി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പ്ലസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അവിടെ അമർത്തിയതിന് ശേഷം നിങ്ങളതിൽ പ്രവേശിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാനുള്ള ഒരു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എഡ്യൂക്കേറ്ററുടെ റെഫറൽ കോഡ് ചോദിക്കുന്നുണ്ട്. റെഫറൽ കോഡ് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കോഡ്, ഞാൻ
അക്കാദമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്ററാണ്. ജാഫർ സാദിഖ്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന എൻ്റെ റെഫറൽ കോഡ് നിങ്ങൾ അടിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അടയ്ക്കുന്ന ഫീസിൻ്റെ 10% കിഴിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എഡ്യൂക്കേറ്ററുടെയും അക്കാദമിയിലെ വെരിഫൈഡ് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള പ്ലസ് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള ആരുടെ റെഫറൽ കോഡ് വേണമെങ്കിലും നിങ്ങൾക്ക് അടിക്കാം. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് ഇതാണ്. നിങ്ങൾ എൻ്റെ റെഫറൽ കോഡ് വെച്ചാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10% കിഴിവ് ഫീസിനകത്തിൽ കിട്ടും. അതോടൊപ്പം തന്നെ എൻ്റെ പ്രൊഫൈലിനെ സംബന്ധിച്ച് ഒരു വലിയ ഗ്രോത്ത്, ഒരു അഡ്വാൻറ്റേജ് ആണത്. അതുകൊണ്ട് ദയവായിട്ട് എൻ്റെ തന്നെ റെഫറൽ കോഡ് ഉപയോഗിച്ച് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ നോക്കുക. എൻ്റെ റെഫറൽ കോഡ് ഇതാണ്, ജാഫർ സാദിഖ്സ് ഇംഗ്ലീഷ്. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്പെല്ലിംഗ് തെറ്റരുത്. ജാഫർ സാദിഖ് എന്ന് പറയുമ്പോൾ K ആണ്, പലരും QUE അടിക്കാറുണ്ട്. അതുപോലെ ജാഫർ സാദിഖ്സ് ഇംഗ്ലീഷ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. ആ റെഫറൽ കോഡ് വെച്ചുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. നിങ്ങളുടെ സൗകര്യപ്രകാരം 1 മാസത്തേക്കോ 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. പരമാവധി ഈ ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു നല്ല വിജയകരമായിട്ടുള്ള ഭാവി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഏത് തരത്തിലുള്ള സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.